ഹായ് ഹായ്, ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കരുണാപുരംകാരുടെ സ്വന്തം പോപ്പിക്കടയിലാണ്. ഇതേടെ ഇവനാണ് പോപ്പി, പേര് ബിബിൻ എന്നാണ്. പക്ഷെ ബിബിൻ എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല, പോപ്പി എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ള നാട്ടുകാർ അറിയത്തുള്ളൂ. എന്നാലും ഇവൻ്റെ കടയാണിത്. ഞാനെപ്പോഴും ഇടയ്ക്ക് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇടുന്നത് ഈ കടയിലിരുന്നാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഏത് കടയിലിരുന്നാണ്. ഇപ്പം മനസ്സിലായില്ലേ, ഇതാണ് കട. ഹലോ, ഇവൻ്റെ കടയിലെ മറ്റൊരു സ്ഥിരം കഥാപാത്രം എത്തിയിട്ടുണ്ട്, അനീഷ്. നിനക്ക് ഇവൻ്റെ ചായക്കടയെ പറ്റി എന്താ പറയാനുള്ളത്? എൻ്റെ ചായക്കടയെ പറ്റി പറയാനായിട്ട് എറണാകുളത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, രോമാഞ്ചമാണ് ഇവൻ. പിന്നെ ഇവനെ പോപ്പി പോപ്പി എന്നെല്ലാവരും വിളിക്കും. ഇവന്റെ പേര് പോപ്പി എന്നല്ല, ബിബിൻ എന്നാണ്. അത് ഈ നാട്ടിൽ ആർക്കെങ്കിലും അറിയാവോ ശരിക്കുള്ള പേര്? അതിപ്പോ ഇവന് പോലും അതറിയില്ല. അപ്പൊ ഇവനെ ബിബിനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവനും തെക്കോട്ടും വടക്കോട്ടും നോക്കും. ഈ നിൽക്കുന്നതാണ് നമ്മുടെ അമ്മാവൻ, കരുണാപുരംകാരുടെ അമ്മാവൻ. അമ്മാവനാണെങ്കിൽ ഈ പോപ്പിയുടെ കടയിലുണ്ട് എപ്പോഴും. അമ്മാവനോട് നമുക്ക് ചോദിക്കാം പോപ്പിയുടെ കടയിലെ ചായയുടെ വിശേഷങ്ങൾ. അമ്മാവാ, എങ്ങനെയുണ്ട് പോപ്പിയുടെ കടയിലെ? അതെയോ? അമ്മാവൻ സ്ഥിരംകാരനാ അപ്പൊ ഇവിടെ അല്ലേ? ഓക്കെ. ഡെയിലി എത്ര ചായ കുടിക്കും അമ്മാവൻ? മതി മതി, അത് മതി. അടുത്ത ആൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ വീരപ്പായി. വീരപ്പായി, നമ്മുടെ പോപ്പിക്കടയിലെ ചായയെ പറ്റി എന്നാ അഭിപ്രായം? പോപ്പിക്കടയിലെ ചായ എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ ചായ.